നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 7 വരെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് വീക്കായിട്ടാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് യൂണിസെഫിൻ്റെയും WHO നേതൃത്വത്തിൽ മുലയൂട്ടുന്ന അമ്മമാർക്കും അല്ലെങ്കിൽ മുലയൂട്ടാൻ പോകുന്ന അമ്മമാർക്കും വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അവർക്ക് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ട് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മുലയൂട്ടൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. പ്രസവിച്ച ഉടനെ നമ്മൾ കുഞ്ഞുങ്ങളെ മുലയൂട്ടി തുടങ്ങുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പല അമ്മമാരും കുഞ്ഞുങ്ങളെ മുലയൂട്ടിക്കാൻ മടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് പല പല റീസൺസ് ഉണ്ട്. എന്നിരുന്നാലും പലർക്കും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല അല്ലേ. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ മുലയൂട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നുള്ളത് വലിയൊരു വസ്തുത തന്നെയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന പാല്, മുലപ്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് കുഞ്ഞിന്. അതിനകത്ത് ആദ്യത്തെ 7 ദിവസം വരുന്ന പാലെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യെല്ലോ കളർ പോലുള്ളൊരു വാട്ടറി ഡിസ്ചാർജ് ഒക്കെ ആയിട്ടാണ് തോന്നുക. പക്ഷെ അതിനകത്ത് ഒരുപാട് ആൻറ്റി ബോഡീസൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം അല്ലെങ്കിൽ ഇൻഫെക്ഷൻസൊക്കെ ഒരു പരിധിയിലധികം അത് തടയാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു കൊളസ്ട്രോൾ വഴിയൊക്കെ. അപ്പോൾ നമ്മൾ ഒരിക്കലും അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. കുട്ടിയുടെ അവകാശമാണ് അതിനെ മുലയൂട്ടുക അല്ലെങ്കിൽ അതിൻ്റെ മുലപ്പാൽ നിഷേധിക്കാൻ നമുക്ക് ആർക്കും അർഹതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ആ ഒരു 7 ദിവസം കിട്ടുന്ന പാലിൽ നിന്ന് ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ആൻറ്റിബോഡീസ് ഉള്ളത് ആദ്യത്തെ 7 ദിവസമാണ്. പിന്നെ നമ്മൾ ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മളത് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. എവറി 2 hours വെച്ചിട്ട് 2 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം അവരുടെ ഷുഗറൊക്കെ താഴ്ന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ 6 മാസം ഇടവിട്ട് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കണം. ഈ പാലിലൂടെ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ പോഷകവും അവരുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഒരുവിധം എല്ലാ അസുഖങ്ങളിൽ നിന്നും അവരെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊടിപ്പാൽ കൊടുക്കുന്ന അമ്മമാരുടെ എണ്ണം കൂടുകയാണ്. കാരണം സൗന്ദര്യം നോക്കുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തേത്. അപ്പോൾ ന്യൂജൻ അമ്മമാർ പലപ്പോഴും പാൽ കൊടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ചില സമയങ്ങളിൽ ആദ്യത്തെ സിസേറിയനൊക്കെ ആവുന്ന സമയത്ത് ആദ്യം നമുക്ക് കിട്ടുന്ന പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 to 3 days ഒക്കെ ആയിട്ടുള്ളൂ നമുക്ക് നല്ല രീതിക്ക് പാൽ വന്നു തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് ചില സമയങ്ങളിൽ നമ്മളോട് പറയും, ഇന്ന ഒരു പൗഡർ നമ്മൾക്ക് കുറച്ച് കലക്കി കൊടുക്കാം, പക്ഷെ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറയും. എന്നാൽ ഇപ്പോഴത്തെ അമ്മമാർ ചെയ്യുന്ന ഒരു കാര്യം, അവർ ആ പൊടിപ്പാൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്താൻ പാടില്ല ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിന് പകരം നമ്മൾ ഏതോ ജീവി തരുന്ന അല്ലെങ്കിൽ എവിടേക്കോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പൊടി കലക്കിയാണ് നിങ്ങളുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ബേബിക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും അന്വേഷിച്ച് ചിന്തിച്ചിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുന്ന സമയത്ത് അത് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും പൊടിപ്പാൽ കൊടുക്കാറുണ്ട് അല്ലേ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല പ്രോട്ടീനുള്ള, നല്ല ഫാറ്റുള്ള, നല്ല മിൽക്ക് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമ്മളുടെ സൗന്ദര്യവും നമ്മുടെ സമയമൊക്കെ കണക്കിലെടുത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പൊടിപ്പാൽ കൊടുക്കുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ്. അപ്പോൾ പലരും പറയുന്നൊരു കാര്യം, എനിക്ക് പെയിനാണ് എന്ന് പറയാറുണ്ട്. എന്താണ് ഈ പെയിൻ എന്ന് പറഞ്ഞാൽ സോർനെസ് അല്ലെങ്കിൽ ക്രാക്സ് നമ്മുടെ നിപ്പിളിൽ ഉണ്ടാവാറുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ച് നമ്മൾ പെട്ടെന്ന് ആദ്യം തന്നെ പാൽ കൊടുക്കുന്ന സമയത്ത് മിക്ക പുതിയ അമ്മമാരും അല്ലെങ്കിൽ മിക്ക അമ്മമാർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇൻവേർട്ടഡ് നിപ്പിൾ ഉള്ളിലേക്ക് പോയിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ക്രാക്ക് നിപ്പിൾസ്. പക്ഷേ ഇതൊന്നും കുഞ്ഞിന് പാല് നിഷേധിക്കാനുള്ള ഒരു കാര്യമല്ല. നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കൂടെ കുഞ്ഞിന് പാല് കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുവിധം ഒരു സമയം കഴിയുമ്പോൾ മാറിപ്പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ 6 മാസം വരെ നമ്മുടെ പാല് കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കാതിരിക്കുക.
ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ലല്ലോ, കുഞ്ഞിന് വെയിറ്റ് വയ്ക്കുന്നുണ്ട്, കുഞ്ഞിന് കാണുമ്പോൾ ആരോഗ്യമുണ്ടെന്നൊക്കെ. പക്ഷെ ഇതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാവുന്നത് ഇപ്പോഴൊന്നുമില്ല. കുഞ്ഞിന് ആദ്യം തന്നെ പറയട്ടെ, കുഞ്ഞിന് ഒബസിറ്റി ഉണ്ടാവും. ഒബസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി ഒരിക്കലും നല്ലൊരു പ്രവണതയല്ല. അത് കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാർഡിയാക്കായിട്ട് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു. അതുകൂടാതെ കുഞ്ഞിനുണ്ടാകുന്നത് മറ്റൊരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ DM അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസിലേക്ക് ക്രമേണ കുഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ, ഈ DM ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞ് രോഗിയായി തീരുന്നത് എത്ര അച്ഛനമ്മമാർക്ക് സഹിക്കാനായിട്ട് പറ്റും അല്ലേ? നമ്മളതിനുള്ളൊരു അവസരമോ സാഹചര്യങ്ങളോ ഒരുക്കി കൊടുക്കാതിരിക്കുക. ഒരു 40 60 വയസ്സിൽ കുഞ്ഞിന് വരേണ്ട അസുഖങ്ങൾ 25 30 അതിന് വരുമ്പോൾ അത് കാണേണ്ടവർ നമ്മൾ തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ രോഗികളാക്കി തീർക്കാതിരിക്കുക, അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, കുഞ്ഞിന് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ എങ്കിൽ ഒരിക്കലുമല്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് മൂലം കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഓരോ തവണ മുലയൂട്ടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞുള്ള ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. അത് കാരണം അമ്മയ്ക്ക് ഒരുപാട് റിലീഫ്സ് ഉണ്ടാകുന്നുണ്ട്. അവരുടെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേജിൽ നിന്നൊക്കെ അവരെ കരകയറ്റാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓക്സിറ്റോസിൻ. കൂടാതെ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസറിൽ നിന്നും ഒരു പരിധിവരെ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇപ്പം സൗന്ദര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് താഴ്ന്നു പോകുന്നു അല്ലെങ്കിൽ ഞാൻ തടി വയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ച് കളയരുത് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് നിങ്ങളോടുള്ളൂ. കൂടുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം സമയത്തിൻ്റെ പരിധി കാരണം ഒക്കെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളെന്നെ DM ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം ഈ മുലപ്പാലിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മറക്കാണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് തന്നെ വളർത്തുക. പിന്നെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ 6 മന്ത് വരെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വയസ്സ് വരെ നമുക്ക് 2 വയസ്സ് വരെ നമ്മൾ എന്തായാലും കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മന്തിലാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കാം. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിൻ്റെ അഭാവം ഉണ്ടാവാനായിട്ടേ പാടില്ല. അപ്പോൾ നിങ്ങൾ ഒരു നേരം സാധാരണ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ നമുക്കുണ്ടാകുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് അത് മെച്ചപ്പെടുന്നു. അതായത് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ചെസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മൾ എത്രത്തോളം അവരെ ചേർത്ത് പിടിക്കുന്നോ അത്രത്തോളം ഒരു സുരക്ഷിത ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് ആ ഒരു വിയർഡ്നെസ് അല്ലെങ്കിൽ കുഞ്ഞുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് കുറയ്ക്കാൻ ഈ ബ്രസ്റ്റ് ഫീഡിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ചില പ്രീ ടേം കേസിലൊക്കെ ചില നല്ല പ്രീ ടേം കേസിൽ അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്ന കേസിലൊക്കെ നമ്മളെപ്പോഴും ഒരു കെയർ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ചൂട് പകർന്നു കൊടുക്കുക. അത് അവർക്ക് വളരാനായിട്ട് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഏറ്റവും ഒരു നല്ലൊരു കാര്യമാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു ബെനിഫിറ്റൊക്കെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മറക്കാതെ അല്ലെങ്കിൽ സ്നേഹത്തോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുക. മുലയൂട്ടാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. അപ്പം ഇത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കരുത് ആരും. എല്ലാവർക്കും ഒരു ശുഭദിനം ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ശരി. എല്ലാവർക്കും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അറിയുന്നവർക്കും നിങ്ങൾ ഈ അറിവ് പകർന്നു കൊടുക്കുക. ഇനിയുള്ളൊരു ജനറേഷൻ നമ്മൾക്ക് ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ഓടിക്കളിച്ച് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക.
അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ.